നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഓവർസിയേഴ്സ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായ ഒഡേപെക് നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. UAE ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് 100 മെയിൽ നഴ്സുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഒഡേപെക് മുഖേന റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. നവംബർ 30 മുമ്പ് അപേക്ഷിക്കണം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം. ഇതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാൻ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഗൾഫിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മെയിൽ നഴ്സുമാർക്കാണ് ഇതിലേക്ക് അവസരം. ഇതിലേക്ക് 40 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മികച്ച ശമ്പളത്തോടുകൂടിയുള്ള തികച്ചും സൗജന്യമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒഡേപെക് മുഖേന ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് വിശ്വാസത്തോട് തന്നെ ഈ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 5000 ദറംസ് ആണ് സാലറി പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1.21 ലക്ഷം രൂപ ശമ്പളമായിട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം താമസം, അതുപോലെ ട്രാൻസ്പോർട്ടേഷന്, വിസ, എയർ ടിക്കറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ തികച്ചും സൗജന്യമായിട്ട് കമ്പനി തന്നെ വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് ഒഡേപെക് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർക്കുക. ഇതിനുള്ള ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മെയിൽ നഴ്സുമാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. 100 ഒഴിവുകളാണുള്ളത്. അതോടൊപ്പം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, എമർജൻസി, അർജൻറ്റ് കെയർ, ക്രിട്ടിക്കൽ കെയർ തുടങ്ങിയ മേഖലകളിലെ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ DOH ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ 40 വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ശമ്പളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5000 ദറംസ്, ഏകദേശം 1,20,000 രൂപയിൽ കൂടുതൽ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ലഭിക്കും എന്ന് പറയുന്നത്. അതുപോലെ തികച്ചും താമസവും എയർ ടിക്കറ്റ് എല്ലാം സൗജന്യമായി. അതോടൊപ്പം 1 വർഷം ജോലി ചെയ്താൽ 30 ദിവസം ശമ്പളത്തോടുകൂടിയുള്ള അവധി ഓരോ വർഷവും ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. വാർഷിക അവധി കൊണ്ട് 30 ദിവസം ലീവ് ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയിൽ 60 മണിക്കൂറായിരിക്കും ജോലി ചെയ്യേണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അപേക്ഷിക്കാനായിട്ട് ഇമെയിൽ അയച്ചാൽ മതി. ഇമെയിൽ അയക്കാനായിട്ടുള്ള ഇമെയിൽ ID ഞാൻ പറയാം. gcc@odepc.in ഒഡേപെക്കിൻ്റെ ഇമെയിൽ ID ആണ്. gcc@odepc.in എന്ന ഇമെയിൽ ID നിങ്ങളുടെ ബയോഡേറ്റയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും അയച്ചു കൊടുത്താൽ മതി. നവംബർ 30 മുമ്പ് അയച്ചു കൊടുക്കണം. അതിൽ സ്ക്രീൻ ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇൻ്റർവ്യൂ തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും നടത്തുക. ഡിസംബർ 2ാമത്തെ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ആയിരിക്കും ഇൻ്റർവ്യൂ നടത്തുക. അതിൽ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും തികച്ചും സൗജന്യമായിട്ട് മികച്ച ശമ്പളത്തോടുകൂടി ഒരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് അവസരം ലഭിക്കും. മാത്രമല്ല 100 ഒഴിവുകളുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാക്കും. https:/odepc.kerala.gov.in/jobs-list എന്ന നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. താല്പര്യമുള്ളവർ ഇതിലേക്ക് നവംബർ 30 മുമ്പ് അപേക്ഷിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. താങ്ക് യു.